കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. അമ്മയ്ക്കറിയാലോ, ഭാഗ്യലക്ഷ്മി എന്നെ ജയിൽ പുള്ളിയാക്കിയത്. അവളുടെ ഇളയ മകൾ കാരണം എനിക്കും എന്റെ അച്ഛനും തല്ലുകൊണ്ടത്. എത്ര കോടികളുണ്ടെന്ന് പറഞ്ഞാലും അതിനപ്പുറം അപമാനമല്ലേ ഇപ്പൊ ഉണ്ടായത്. ചാരുവിന്റെ അമ്മയുടെ സ്വഭാവം അതാ. അങ്ങനെ അവർ സംസാരിക്കൂ, അങ്ങനെ പെരുമാറൂ. അത് തൽക്കാലം ക്ഷമിക്കാം. മോനെ, എന്നാൽ ഈ പെണ്ണ് വീടിനകത്ത് കയറി വന്ന കുടുംബകലഹം ഒഴിഞ്ഞിട്ട് നേരം ഉണ്ടാവില്ല. ഞാൻ പറഞ്ഞല്ലോ, താലി കെട്ട് കഴിഞ്ഞാൽ അവളെ മെരുക്കിയെടുക്കാന്ന്. പിന്നെ ആരും കൂടുതലൊന്നും സംസാരിക്കണ്ട. നീയായി നിന്റെ പാടായി. മറ്റുള്ളവരോടുള്ള വൈരാഗ്യം തീർക്കാൻ സ്വന്തം ജീവിതം നശിപ്പിച്ച് കളയരുതെന്നേ ഞാൻ പറഞ്ഞുള്ളൂ. ഞാനും അത്ര നല്ലവനൊന്നും അല്ലമ്മേ. അതവർക്ക് കല്യാണം കഴിയുമ്പോൾ മനസ്സിലായിക്കോളും. ഇതെന്റെ വാശിയാ, ആ ജയലാലിനോടും ഭാഗ്യലക്ഷ്മിയോടും കുടുംബത്തോടുള്ള വാശി. ഈ കല്യാണം നടക്കാതിരിക്കാൻ വേണ്ടി അവനെ കൊണ്ട് കഴിയുന്നൊക്കെ അവൻ ചെയ്യുന്നുണ്ട്. ഇനി അവരൊക്കെ ആഗ്രഹിക്കുന്നത് പോലെ കാര്യങ്ങൾ നടന്നാലേ അതെന്റെ പരാജയം. മോനെ, ഇതിനിടയിൽ ഒരുത്തനുണ്ട്, ബുള്ളറ്റ് ജഗൻ. അവൻ വിചാരിക്കണം ഈ കല്യാണം നടക്കണോന്ന്. അവനെന്നല്ല, അവന്റെ അപ്പൂപ്പൻ വിചാരിച്ചാലും ഈ കല്യാണം ഞാൻ നടത്തും. ചായ പോലും കുടിക്കാതെ പോയി. ഈ ബന്ധം ശരിയാവോ സദേട്ടാ? ഒരിക്കലും ശരിയാവില്ല. പക്ഷെ അവളില്ലാതെ ജീവിക്കാൻ പറ്റില്ലെന്നാ കാർത്തി പറയുന്നത്. എന്നാ പോയി മരിക്കാൻ പറ അവനോട്. അവള് ജയിലിൽ പോയെങ്കിലേ അതിലൊരു അത്ഭുതവുമില്ല. കുറച്ചു നേരം കൂടി ഞാൻ അവിടെ നിന്നിരുന്നെങ്കിൽ ഞാൻ ജയിലിൽ പോയേണ്ടി വന്നേനെ. അവളുടെ കഴുത്ത് ഞെരിച്ച് കൊന്നിട്ട്. ആ പെണ്ണ് ശരിയല്ല. സദേട്ടൻ വന്നിട്ട് അവളൊന്ന് എഴുന്നേക്കാൻ പോലും കൂട്ടാക്കിയില്ല. ഭാഗ്യലക്ഷ്മി മക്കളെയും തോപ്പിക്കാൻ വേണ്ടിട്ട് ഇനി എന്തിനാ അവളെ കല്യാണം കഴിക്കുന്നത്? വില്ലേജ് ഓഫീസറുടെ മൂത്ത മോളും മരുമോനും തമ്മിൽ പിരിയാൻ പോണോന്നല്ലേ കേട്ടത്. പിന്നെ ഇവൻ എന്തിനാ ഈ പെണ്ണിന്റെ പുറകെ നടക്കുന്നു എനിക്ക് മനസ്സിലാവാത്തത്. അവനെന്താടി ഇപ്പൊ പറയുന്നത്? എന്തു പറയാനാ? ഇതുവരെ എല്ലാവരുടെയും മുന്നില് തലയെടുപ്പോടെ നിന്നവൻ ഇവരുടെ മുന്നിൽ കയ്യും കാലും പിടിക്കുക ഈ കല്യാണം നടക്കാൻ വേണ്ടി. എന്ത് കണ്ടിട്ടാന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അവന് കോടികളുടെ ആസ്തിയില്ലേ? അവന് ചേരുന്ന ഒരു പെൺകുട്ടിയെ നമ്മൾ കണ്ടെത്തി കൊടുക്കില്ലേ? പെൺകുട്ടികളൊക്കെ ജയിൽ പുള്ളിയാണെന്ന് അറിയാവുന്നത് കൊണ്ട് പിന്മാറുക. അതുകൊണ്ടായിരിക്കും ജയിൽ പുള്ളിയായ അമ്മയുടെ മകൾ മതിയെന്ന് അവൻ കരുതിയത്. കുറെ കൂടി ഞാനവിടെ നിന്നിരുന്നെങ്കിലേ ഇന്ന് തന്നെ ഈ ബന്ധം രണ്ടായി പോയനെ. ഇപ്പൊ തന്നെ രണ്ടാവൂന്ന് സംശയമുണ്ട് കാർത്തിക്ക്. രണ്ടാവുന്നെങ്കിൽ രണ്ടാവട്ടെ. ഭാഗ്യലക്ഷ്മി മക്കളെയും തോപ്പിക്കാൻ വേണ്ടിട്ട് അതിലും വലിയൊരു ബോംബിനെ വീട്ടിനകത്ത് കയറ്റണോ? എനിക്ക് തോന്നുന്നില്ല സദേട്ടാ അവൻ ഇനി പിന്മാറുമെന്ന്. ഈ ബന്ധം നടന്നില്ലെങ്കിൽ വേറെ പെണ്ണ് കെട്ടില്ലെന്നാ അവൻ പറയുന്നത്. അവൾ അവന്റെ അസ്ഥി കയറി പിടിച്ചെന്നാ തോന്നുന്നത്. അതിന്റെ അഹങ്കാരമാ അവളുമാര് കാണിക്കുന്നത്. എന്തായാലും അവള് മരുമോളായിട്ട് വന്നാ എനിക്ക് അവളെ കൊണ്ട് ഒരു സഹായം ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല. ഒരുത്തിക്കും കൂടെ വെച്ച് വിളമ്പണം, അല്ലാതെ ഒരു പ്രയോജനം ഉണ്ടാവില്ല. അച്ഛൻ തന്നെ മോനെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്ക്. കാർത്തിയുടെ വീട്ടിൽ ചെല്ലുമ്പോ അവന്റെ അച്ഛനുമായിട്ട് അമ്മയും ചാരും ഉടക്കി പിരിഞ്ഞാ മതിയായിരുന്നു. എല്ലാവരെയും ഒരേ നുകത്തി കെട്ടാൻ പറ്റുമല്ലോ. ഒരു വഴക്ക് വീണ വിട്ടുകൊടുക്കുന്ന കൂട്ടത്തിലല്ല അവന്റെ അച്ഛൻ. കോടികളുടെ സ്വത്തിട്ട് കളിക്കുന്നവരാ സദാനന്ദ മുതലാളി. അയാൾ അതുപോലൊരു ബന്ധമാണ് മോന് വേണ്ടി ആഗ്രഹിക്കുന്നതെന്ന് അച്ഛൻ പറഞ്ഞ ഞങ്ങൾക്കറിയാം. പിന്നെ എന്തുകൊണ്ടാണ് അവര് ചാരുവിന് മതിയെന്ന് പറഞ്ഞ് നിർബന്ധം പിടിക്കുന്നതെന്ന് അറിയില്ല. എന്തോ അവൾ അവന്റെ അസ്ഥിക്ക് പിടിച്ചുപോയി. പിന്നെ എന്റെ പെങ്ങളാണ് എന്നവൻ അറിഞ്ഞോടുകൂടി ഈ ബന്ധം മതിയെന്ന് പറഞ്ഞ് ഒറ്റ നിപ്പായി.
അത് ലാലേട്ടന്റെ പെങ്ങളായതുകൊണ്ട് മാത്രല്ല, അതിനേക്കാൾ വൈരാഗ്യം എന്റെ അമ്മയോടും ദിയോടും ഒക്കെ അവനുണ്ട്. ഞാൻ ആ ജഗനോട് പറഞ്ഞതാ ഈ ബന്ധം എങ്ങനെങ്കിലും അലമ്പിക്കളയണം. അതിനുശേഷം ലാലേട്ടന്റെ അമ്മയും പെങ്ങളും കൂടി ജഗനെ കണ്ടത്. അന്ന് വളരെ മോശമായിട്ടാ ലാലേട്ടന്റെ അമ്മ ജഗനോട് സംസാരിക്കാൻ പെരുമാറൊക്കെ ചെയ്തത്. അറിയാം, ജഗൻ എന്നോടെല്ലാം പറഞ്ഞാണല്ലോ. അതുകൊണ്ട് ഇപ്പോൾ അയാൾ കൈയൊഴിഞ്ഞു. അഹങ്കാരിയായ ചാരുവിന് അങ്ങനെ ഒരുത്ത മതിയെന്ന് ജഗൻ കരുതിയെന്ന് തോന്നുന്നു. അതാണ് സത്യം. അവനെന്റെ കുടുംബത്തിൽ കയറിയുള്ള അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്ക്. അങ്ങനെങ്കിൽ പിന്നെ നമ്മുടെ കാര്യമൊക്കെ കഷ്ടത്തിലാ. അവന് നല്ല ഹോൾഡുള്ള സ്ഥലമാണിത്. അവൻ അവന്റെ ആൾക്കാരെ വെച്ച് നമ്മുടെ കള്ളത്തിനെ പൊളിക്കാൻ ശ്രമിക്കും. അവൻ തല്ലിയിട്ടും കൊല്ലാൻ കൊണ്ടുപോയിട്ടും ഒക്കെ ഞാൻ പിന്മാറാതെ തന്റെ കഴുത്തിൽ താലികെട്ടുകയായിരുന്നു. അതുകൊണ്ട് അവൻ ചിലപ്പോ മനസ്സിലാക്കി കാണും നമ്മൾ ഈ കളിക്കുന്നൊക്കെ നാടകമാണെന്ന്. അയ്യോ, വീട്ടിലെ കാറ്. താൻ വണ്ടി കയറിയിരിക്ക, പിൻസീറ്റിൽ കിടന്നാ മതി. എന്തൊരു ചൂടാ ചെറുക്ക, 2 കരിക്കും എടുത്തേ. എന്തൊരു ചൂടാ ചെറുക്ക, 2 കരിക്കും എടുത്തേ. ഇവനെന്താ ഇവിടെ നിൽക്കുന്നേ? എന്താടാ ഇവിടെ? ഒരു കസ്റ്റമറെ കാണാൻ ഇതുവഴി പോയപ്പോ കരിക്ക് കുടിക്കാൻ നിർത്തിയതാ. ഓ, എന്തൊരു ചൂടാ. വെള്ളം എത്ര കുടിച്ചാലും ദാഹം ശമിക്കുന്നില്ല. ആ, അത് ശരിയാ. അല്ല, നീ എന്താ കാർത്തിയുടെ വീട്ടിൽ വരണോന്ന് പറഞ്ഞിട്ട് വരാതിരുന്നേ? എനിക്ക് അവനെ ഇഷ്ടമല്ല, ഞാൻ പറഞ്ഞിട്ടില്ലേ അമ്മേ. അവനെ കാണുന്നതന്നെ എനിക്ക് കലിയാ. പിന്നെ ഞാനെന്തിനാ വരുന്നത്? എന്തുകൊണ്ടാ ചേട്ടൻ അവനോട് കലിയായത്? കാർത്തി ഒരു നല്ല കാര്യം ചെയ്തു. അഴിഞ്ഞാടി നടന്ന ഒരുത്തിയെ കെട്ടരുതെന്ന് പറഞ്ഞു. അവൻ കെട്ടരുതെന്ന് പറഞ്ഞ മാത്രമല്ല, എന്നെ തല്ലി ഹോസ്പിറ്റലാക്കി കൊല്ലാൻ കൊണ്ടുപോയി. ഇതൊക്കെ എന്താടി, നീ അങ്ങ് മറന്നുപോയോ? അവളെ കെട്ടുന്നതിലും നല്ലത് നീ മരിക്കുന്നതാണെന്ന് അവന് തോന്നിക്കാണും. അതുകൊണ്ടാ അവൻ അങ്ങനെയൊക്കെ ചെയ്തത്. പിന്നെ അവന്റെ വീട്ടിൽ ചെന്നപ്പോഴേ നീ പറഞ്ഞ അവന്റെ അച്ഛനുണ്ടല്ലോ സദാനന്ദൻ, എന്നോട് കയറി ഒന്ന് മുട്ടാൻ വന്നു. അവന് ഭേഷായിട്ട് കൊടുത്തിട്ടാ ഞാനിപ്പോ ഇങ്ങോട്ട് വന്നേക്കുന്നത്. അപ്പൊ ഈ കല്യാണം നടക്കില്ല അല്ലേ? നടത്തേണ്ടതേ അവരുടെ ആവശ്യ. എന്റെ പിന്നാലെ നടന്ന് എന്നെ വേണമെന്ന് പറഞ്ഞ് ശല്യം ചെയ്തതേ ആ കാർത്തിയ. അതുകൊണ്ട് അവൻ എന്നെ വേണമെങ്കിൽ അമ്മ അവന്റെ അച്ഛനെ പറഞ്ഞതൊക്കെ ക്ഷമിച്ചേ പറ്റൂ. അങ്ങനെ ക്ഷമിക്കുന്ന കൂട്ടത്തിലല്ല സദാനന്ദൻ മുതലാളിന്ന് കേട്ടിട്ടുണ്ട്. എന്നാലേ ഇവിടെ ക്ഷമിക്കൂടാ. ഇനി സദാനന്ദനായാലും സച്ചിദാനന്ദനായാലും അച്യുതാനന്ദനായാലും ആരായാലും രാഗിണി പറയാനുള്ളത് മുഖത്ത് നോക്കി തുറന്നടിച്ച് പറഞ്ഞിരിക്കും. അത് എത്ര വലിയ കോടീശ്വരനാണെങ്കിലും എന്റെ സ്വഭാവത്തിൽ ഞാൻ മാറ്റം വരുത്തത്തില്ല. എന്നിട്ട് അയാളൊന്നും പറഞ്ഞില്ലേ? അയാൾ എന്തു പറയാനാടാ? എന്റെ മുഖത്ത് നോക്കി ആട്ടുകയോ മറ്റോ ചെയ്തിരുന്നെങ്കിൽ ഞാൻ ഇന്ന് അവന്റെ കൊമ്പമീശ വലിച്ച് പിഴുതെടുത്തിട്ടേ വരത്തുള്ളായിരുന്നു. എന്തിനാണ് അമ്മ അയാളെ തല്ലിക്കാനായിട്ട് ഇങ്ങനൊരു ബന്ധം ചേർക്കുന്നത്? എടാ, നിനക്കൊരു പെണ്ണിനെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അവളെ പറഞ്ഞ സമയത്ത് നീ കേട്ടണം. അല്ലാതെ എന്റെ മോളുടെ കാര്യത്തിൽ നീ ഇടപെടണ്ട, കേട്ടല്ലോ? ഇവളുടെ ജീവിതം ഇവള് തെരഞ്ഞെടുത്ത് കഴിഞ്ഞു. ഇനി ആ ബന്ധം നന്നായിട്ട് നടക്കാൻ വേണ്ടി നീ ഒന്ന് സഹകരിച്ചാ മാത്രം മതി. ഹരിതയായിട്ട് ഇഷ്ടത്തിലായതുകൊണ്ട് ഞങ്ങളിപ്പോ ശ്രദ്ധിക്കുന്നില്ല. ആ തക്കം നോക്കി മറ്റവളുടെ പിന്നാലെ ചുറ്റിത്തിരിയുന്നുണ്ടോ? അങ്ങനെ ചുറ്റിത്തിരിയുന്നുണ്ടെങ്കിലേ നീ ഒരു കാര്യം ചെയ്, നീ എന്റെ പിന്നാലെ ഒരാളെ വിട്. അല്ലെങ്കിൽ നീ തന്നെ പോരടി. ഡാ, നിന്നെ വിശ്വസിക്കാൻ കൊള്ളില്ലാന്ന് എനിക്ക് മനസ്സിലായതേ ഈ അടുത്ത സമയത്താ, നിന്റെ കല്യാണം നടന്ന ശേഷം. എങ്കിലും
ഇപ്പൊ നീ എന്നെ പറ്റിക്കുന്നില്ലെന്നാ എന്റെ വിശ്വാസം. അതിനെന്തെങ്കിലും മാറ്റം വന്ന പിന്നെ മോനാണെന്നൊന്നും നോക്കാതെ നിന്നെ വെട്ടിക്കീറിഞ്ഞ്. എത്രയാട്ടാ? 160. ഇത് അവരെ കൂടെ കൂട്ടിക്കോ. 200. അമ്മേ, അല്ല പൈസ ഞാൻ കൊടുത്തിട്ടുണ്ടേ. ആ വാ. ഇതായിട്ടാ. ഡാ, എത്ര പൈസയാ വാങ്ങിയത്? ഒന്നിന് 40 രൂപ. അയ്യോ, കഴിഞ്ഞ വർഷം ഇതേ സമയം 25 ഉണ്ടായിരുന്നുള്ളൂ. തമിഴ്നാട്ടിൽ നിന്ന് വാട്ട വെള്ളക്കൊക്കെ ഇറക്കിയിട്ട് ഇഷ്ടം പോലെ അങ്ങ് വാങ്ങിക്കുമല്ലോ. ഞാനെന്തോ ചെയ്യാനാ? എന്തിനാ അമ്മ വെറുതെ വഴക്കുണ്ടാക്കുന്നത്? ഇനി എന്താ ചേട്ടന്റെ പരിപാടി? എനിക്ക് 1-2 കസ്റ്റമേഴ്സിനെ കൂടെ കാണാനുണ്ട്. അല്ല, ഈ കസ്റ്റമേഴ്സ് എന്ന് പറയുന്നവരില് ഞാൻ പറഞ്ഞവളൊന്നും ഇല്ലല്ലോ. അല്ല, ബന്ധം പിരിയാൻ പോകുന്ന ഏട്ടന്റെ ഭാര്യ. അതിനുള്ള ധൈര്യമൊന്നും അവനില്ലടി മോളെ. അങ്ങനെ എന്റെ കണ്ണ് മൂടി കെട്ടിയിട്ട് ഇവൻ മുന്നോട്ട് പോയാലേ ഇവന്റെ 16 അടിയന്തരം ഞാൻ തന്നെ കൂടുമെന്ന് ഇവനറിയാം. എന്തിനാ എന്നെ ഇങ്ങനെ സംശയിക്കുന്നത് നിങ്ങളൊക്കെ? ഇതിനു മുമ്പ് സംശയമൊന്നും ഇല്ലായിരുന്നടാ. അതുകൊണ്ടാ നീ പറഞ്ഞത് കേട്ടിട്ടും അവളെ കെട്ടാൻ ഞാൻ സമ്മതം മൂളിയത്. അതിന് ശേഷം ഉണ്ടല്ലോ നിന്നെ എനിക്കിത്തിരി സംശയമൊക്കെ ഉണ്ട്. മോളെ പോവാം. ഇറങ്ങാവോ ലാലേട്ടാ? ഇറങ്ങി വാ. എന്റെ നല്ല ജീവൻ അങ്ങ് പോയി. ഓ, ഞാൻ കരുതി നമ്മളെ കണ്ടിട്ട് അമ്മയുടെ വണ്ടി കൊണ്ട് നിർത്തിയെന്ന്. ഭാഗ്യത്തിന് തന്നെ അമ്മ കണ്ടില്ല. അമ്മയെ പറ്റിക്കാണെങ്കിൽ എന്നെ വെട്ടിക്കയറുന്നൊക്കെ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ടാ ഞാൻ പറഞ്ഞത് പുറത്തൊന്നും പോണ്ടെന്ന്. നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ട് അധികമൊന്നും ആയിട്ടില്ല. ഈ സമയത്തൊക്കെ വീടിനകത്ത് തന്നെ ഏത് നേരം ചടഞ്ഞുകൂടുന്ന ഭാര്യ ഭർത്താക്കന്മാരുണ്ടാവുമോ? ഞങ്ങൾ ആണുങ്ങൾക്ക് ഏത് നേരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോവാം. അതുപോലെയല്ലല്ലോ നിങ്ങളുടെ കാര്യം. ഞാൻ കുട്ടികളെ ട്യൂഷൻ എടുക്കാനൊക്കെ പോകുന്നുണ്ട്. ആയിക്കോട്ടെ. എങ്കിലും ഞാൻ അരികിൽ വേണമെന്നും എന്റെ കൂടെ ചുറ്റിത്തിരിയണമെന്നൊക്കെ തനിക്കും ആഗ്രഹം കാണില്ലേ? അങ്ങനെ ആഗ്രഹിക്കാത്ത പെൺകുട്ടികൾ കാണില്ല. പക്ഷെ ഇവിടെ ആഗ്രഹം കൂടിയാലേ പിന്നെ ചിലപ്പോ ഈ പറയുന്ന ആളെ കാണാൻ പോലും പറ്റില്ല. അമ്മ നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വന്നതാ കുഴപ്പമായത്. പിന്നെ ചാരുവിന്റെ കല്യാണം ആയതുകൊണ്ട് അതിന്റെ തിരക്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത് ഭാഗ്യം. ഇപ്പൊ തന്നെ കാർത്തിയുടെ വീട്ടിൽ പോയിട്ട് സദാനന്ദനുമായി വഴക്കൂടിയിട്ടാ വന്നിരിക്കുന്നത്. ആ ബന്ധം നടക്കുവോ? നടക്കും. അത് നടക്കേണ്ടത് കാർത്തിയുടെ ആവശ്യം. ഞാൻ പറഞ്ഞില്ലേ, ചാരു അവന്റെ അസ്ഥിക്ക് പിടിച്ചിരിക്കുക. ഇനിയിപ്പോ അവന്റെ അച്ഛനിടഞ്ഞാലും അവൻ അവളെ കെട്ടും. നമ്മുടെ വിധി അല്ലാതെന്താ? താമ ആഹാ, നിങ്ങൾ എത്തിയോ? ഞങ്ങളെ സ്നേഹിക്കുന്ന ഒരു പെൺകുട്ടിയെ കിട്ടിയതുകൊണ്ട് ഇപ്പൊ അത്യാവശ്യം പുറത്തിറങ്ങാനൊക്കെ പറ്റുന്നുണ്ട്. ഭാഗ്യത്തിനാ അമ്മയുടെ ചാരുവിനെ കണ്ണിപ്പെടാതെ രക്ഷപ്പെട്ടത്. എന്തു പറ്റി?
ഞങ്ങള് വഴിയരികിലെ കരിക്ക് കുടിച്ചോണ്ട് നിൽക്കുകയായിരുന്നു. ആ സമയത്ത് ജയലാലേട്ടന്റെ അമ്മയും ചാരുവും അവിടെ വന്നു. ഞാൻ കാറിനുള്ളിൽ ഒളിച്ചു. ഇങ്ങനെയാണെങ്കിൽ നിങ്ങൾ പുറത്തിറങ്ങി നടക്കാത്തതാ നല്ലത്. മോനെ ദീപയെ കാണണമെങ്കിൽ ദീപ താമസിക്കുന്നിടത്ത് പോവാലോ. അമ്മയ്ക്ക് ചെറിയ ആവശ്യതയുണ്ടെന്ന് ഇയാൾ പറഞ്ഞു. അതുകൊണ്ടാ ഇയാളും കൂട്ടി വന്നത്. അന്ന് പോലീസ് സ്റ്റേഷനിൽ പോയതിനു ശേഷം അവശത കൂടിയത്. അതില് ദിലീപ് പ്രതിയല്ല. എങ്കിലും ഏതൊരമ്മയ്ക്കും അതൊന്നും സഹിക്കാൻ പറ്റില്ലല്ലോ മോളെ. ദിലീപ് പ്രതിയല്ലെന്ന് എങ്ങനെ പറയാൻ പറ്റും? ഭാര്യയെ പറഞ്ഞു തിരുത്തേണ്ടത് ദിലീപല്ലേ? ഇവിടെ അമ്മ ജയിലിലേക്ക് പോയെങ്കിൽ അമ്മയുടെ മോൻ നോക്കിക്കൊണ്ട് നിന്നേനെ. ജഗം വന്നില്ലായിരുന്നെങ്കിൽ ഉറപ്പായിട്ട് അങ്ങനെയൊക്കെ സംഭവിച്ചാണ്. അത് ശരിയാ അമ്മേ. ഇനിയിപ്പോ അതേപ്പറ്റി ആലോചിച്ചിട്ടൊന്നും കാര്യമില്ല. എന്റെ മോന്റെ സ്ഥാനത്ത് തന്നെയാ ഞാനിപ്പോ ജഗനെ കാണുന്നത്. അതുകൊണ്ട് ദിയോട് പറഞ്ഞിട്ടുണ്ട്, കാണുന്നതും സംസാരിക്കുന്നതും ഒരു കുഴപ്പമില്ലാന്ന്. ഗുണ്ടയുടെ പിന്നാലെ പോകുന്ന പെൺകുട്ടിയെന്ന് ഒരുപാട് പേര് പറയുന്നുണ്ട്. പക്ഷേ ആ പറയുന്നവരെക്കാൾ മാന്യനാ ആ പയ്യൻ. അവര് തമ്മിൽ കൂടുതൽ അടുത്തോണ്ടിരിക്കുക. അതിന് തടയാനൊന്നും പറ്റില്ല മോളെ. അങ്ങനെ ചെയ്യുന്നത് ശരിയല്ല. അവരെവിടെ ചുറ്റിക്കറങ്ങി നടന്നാലും രണ്ടുപേരും തെറ്റൊന്നും ചെയ്യില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അത് 100% സത്യം. രക്തബന്ധത്തിൽ പിറന്നവരെക്കാളും ജഗനെ വിശ്വസിക്കാം. അത് പൂർണ്ണമായിട്ട് മനസ്സിലായതുകൊണ്ടാ ഞാനിപ്പോ ദിയെ തടയാത്തത്. വാ, അകത്തേക്കിരിക്കെ. ഞാൻ കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം. അയ്യോ വേണ്ടമ്മേ. എത്ര ദിവസം കൂടിയാ ഇങ്ങോട്ട് വരുന്നത് രണ്ടാളും കൂടി? പിന്നെ എന്തെങ്കിലും കഴിച്ചിട്ടും കുടിച്ചിട്ടും പോയാ മതി. ഞാൻ ദേ വരുന്നു. അമ്മയ്ക്ക് വയ്യാത്തല്ലേ? എന്നാ പിന്നെ മോളൂടെ വാ. മോനെ അകത്തേക്കിരിക്കെ. മോനെ വാ. കണ്ടിട്ട് കുറച്ച് ദിവസം ആയല്ലോ. കുറച്ച് ദിവസമൊന്നും ആയില്ല, 2-3 ദിവസം. എന്താ അത്രയും ദിവസം എന്നെ കാണാതിരിക്കാൻ പറ്റുന്നില്ലേ? എനിക്ക് കുഴപ്പമൊന്നുമില്ല. പിന്നെ കാണാതിരുന്നോണ്ട് ചോദിച്ചെന്നേ ഉള്ളൂ. ഞാനൊരു ഡിഗ്രി സ്റ്റുഡന്റ് മാത്രമല്ല, LLBക്കും പഠിക്കുന്നുണ്ട്. കോഴ്സ് ഉടനെ തീരും. അച്ഛനെ പോലെ ഒരു വക്കീലായിരിക്കോ? അത് പ്രതീക്ഷിക്കണ്ട. അച്ഛനെ പോലുള്ളവരെ കോർട്ടിൽ മുട്ടുകുത്തിക്കും. അതാണ് എന്റെ ആഗ്രഹം. ജയലാലിനെ ഞാൻ ഇടയ്ക്ക് കണ്ടിരുന്നു. കാർത്തിയും അയാളുടെ പെങ്ങളും തമ്മിലുള്ള കല്യാണം എങ്ങനെയെങ്കിലും തടയണമെന്നൊക്കെ എന്നോട് പറഞ്ഞു. പക്ഷെ അതിനിടയിലേക്ക് വലിഞ്ഞു കയറി ചെല്ലണമെന്നാ ഞാനിപ്പോ ആലോചിക്കുന്നത്. ചെല്ലണ്ടെന്നാ ഞാനും പറയുന്നത്. അവളെപ്പോലൊരുത്തി ആ വീട്ടിലോട്ട് തന്നെ പോവേണ്ടത്. അതുകൊണ്ട് ദിയയുടെ ചേച്ചിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവുമോ? എന്റെ ചേച്ചിക്ക് ഇനി എന്ത് ബുദ്ധിമുട്ടുണ്ടാവാനാ? ലാലേട്ടനും ദീപേച്ചിയും ഒന്നിച്ച് താമസിക്കുവാണെങ്കിൽ അവർക്കിടയിലേക്ക് ഇനി എന്തായാലും അവള് കടന്നു വരാൻ പോകുന്നില്ല. ഈ സദാനന്ദനും മോനും കോടികൾ ആസ്തിയുള്ള പെൺകുട്ടികളെയൊക്കെ നോട്ടമിടേണ്ടതാ. പിന്നെ എന്തുകൊണ്ടാണ് ഇവളുടെ പിന്നാലെ നടക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല. വേറെ എന്തെങ്കിലും ദുരുദ്ദേശം വെച്ചിട്ടാവും. അതെന്റെ അമ്മയോടും എന്നോടും ചേച്ചിയോടും ഒക്കെയുള്ള വൈരാഗ്യം കൊണ്ടാ. അതുകൊണ്ട് അവളെ കെട്ടി അവൻ അനുഭവിക്കട്ടെ എന്ന് ഞാൻ പറഞ്ഞത്. അനുഭവിക്കുന്നത് അവനാണോ അവളാണോ എന്ന് പറയാൻ പറ്റില്ല. എന്തായാലും തമ്മിലടിച്ച് ആരെങ്കിലും ഒക്കെ തീരും. അല്ലെങ്കിൽ സദാനന്ദനെയും കാർത്തേയും കൊന്നിട്ട് ലാലേട്ടന്റെ അമ്മ വീണ്ടും ജയിലിലേക്ക് പോകും. ചിലപ്പോ തിരിച്ചും സംഭവിക്കാം. അത് തന്നെ ഞാനും മനസ്സിൽ കാണുന്നത്. ജയലാലി വിളിച്ചപ്പോഴും ഞാൻ തുറന്നങ്ങ് പറഞ്ഞു, ഈ കേസിൽ ഞാൻ ഇടപെടില്ല എന്ന്. ലാലേട്ടൻ ചേച്ചിയും കുട്ടി ഇപ്പൊ വീട്ടിലുണ്ട്. ഇടയ്ക്ക് ചേച്ചി എന്നെ വിളിച്ചപ്പോ പറഞ്ഞായിരുന്നു. ഇടയ്ക്ക് ഹരിതി എന്നൊരു പെൺകുട്ടി വന്നുകൊണ്ട് രണ്ടാളും രക്ഷപ്പെട്ടു അല്ലേ? അതെ, സിനിമയിലൊക്കെ കാണുന്നത് പോലെ ഒരു നാടകവാ അവര് കളിച്ചോണ്ടിരിക്കുന്നത്. ഒരു കാര്യം ഞാൻ തറപ്പിച്ച് പറയാം. ദീപയും ജയലാലും ഒരുമിച്ച് ജീവിക്കാൻ വേണ്ടി അവർക്ക് എന്തൊക്കെ സഹായം ചെയ്തു കൊടുക്കാമോ അതെല്ലാം ഞാൻ ചെയ്തു കൊടുക്കും. എന്റെ ജീവൻ പോയാലും ശരി, അവരെ ആരെങ്കിലും ദ്രോഹിക്കുവാണെങ്കിൽ ആ ദ്രോഹിക്കുന്നവരെ ഞാൻ കൈകാര്യം ചെയ്യും. അതിപ്പോ ജയലാലിന്റെ അമ്മയായാലും ശരി, പെങ്ങളായാലും ശരി. രാഗിണിയും മോളും ഇടയ്ക്ക് വഴിയിൽ വെച്ച് വായിൽ തോന്നുന്നതൊക്കെ ബുള്ളറ്റിനെ വിളിച്ചു പറഞ്ഞു അല്ലേ? തനിക്കറിയാലോ, മുന്നിൽ നിന്ന് സംസാരിച്ചത് ജയലാലിന്റെ അമ്മയാണ്. രണ്ടാളും സ്ത്രീകളാണ്. അതുകൊണ്ട് ഞാൻ എന്നെ തന്നെ നിയന്ത്രിക്കുകയായിരുന്നു. അവരുടെ സ്ഥാനത്ത് ആണുങ്ങൾ ആരെങ്കിലും ആയിരുന്നെങ്കിൽ ഇപ്പോഴും ഉടഞ്ഞു വാരിയ ശരീരം നേരെയാവത്തില്ലായിരുന്നു. അതെ,
ഞാനൊന്ന് കാണാൻ വേണ്ടിയാ വന്നത്. ഒരുപാട് സമയം സംസാരിച്ചുകൊണ്ട് നിൽക്കാൻ പറ്റില്ല. ലാലേട്ടനും ദീപേച്ചിയും അവിടെ വന്നതല്ലേ. അവര് പോകുന്നതിന് മുമ്പ് അവിടെ ചെല്ലാതിരിക്കുന്നത് മോശമാ. അപ്പോഴേ രാത്രിയിൽ വിളിക്കാം. ബുദ്ധിമുട്ടാണെങ്കിൽ വിളിക്കണ്ട, പഠിക്കണ്ടേ? ബുദ്ധിമുട്ടുണ്ട്, എങ്കിലും ഒരു ദിവസം ഒരിക്കലെങ്കിലും ബുള്ളറ്റിന്റെ ശബ്ദം കേൾക്കാതിരിക്കുന്നത് ഇച്ചിരി ബുദ്ധിമുട്ടാ. ബുള്ളറ്റുകൾ ഇഷ്ടം പോലെ വീടിന് മുന്നിലൂടെ പോകുന്നുണ്ടാവുമല്ലോ, അപ്പൊ കേട്ടൂടെ? അപ്പോഴും ഈ ബുള്ളറ്റിന്റെ ശബ്ദം കേൾക്കാൻ പറ്റുമോ? ഞാൻ വിളിച്ചോളാം.